ഹലോ ഫ്രണ്ട്സ്, എവിടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന റോഡും റീലുമാണ്. അത് നമ്മളിപ്പോൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നല്ല കോസ്റ്റ്ലിയാണ്. നമ്മളിപ്പോൾ അത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് നോക്കാം. വാ. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരു പഴയ സൈക്കിളാണ്. ആരും ഉപയോഗിക്കാറില്ല, ഇങ്ങനെ പന്നലായിട്ട് കിടക്കുവാണ്. ഇതാണ് നമ്മൾ ഈ സൈക്കിളിൻ്റെ ടയറിൽ ഫ്രണ്ട് ടയർ ഈ നടുക്കോശമുള്ള ഇതാണ് നമ്മൾ റീലിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അഴിക്കാം. ഹലോ ഗൈസ്, ഇതാണ് മെയിൻ പ്രോപ്പർട്ടി. ഇതിലാണ് നമ്മൾ ടോയിൻ ചുറ്റുന്നത്. ഇത് ഇപ്പം അഴിക്കുന്ന പാടുകൊണ്ടാണ് മാത്രമാണ് ഞാൻ കാണിക്കാത്തത്. നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ട് സൈക്കിളിലെ ആ കറങ്ങുന്ന ഭാഗമാണ്. ഇതാണ് നമുക്ക് മെയിൻ വേണ്ട സാധനം. ഞാൻ സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഗേറ്റ് വെൽഡ് ചെയ്തപ്പോൾ ബാലൻസ് വന്നു വെച്ചാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമ്പി മാത്രം വെച്ചാൽ മതി. ഇത് പിന്നെ തുരുമ്പിക്കത്തില്ല, അതാണ് മെയിൻ ഒരു ഗുണം. ബ്രേക്ക് ദ ചെയിൻ നമ്മൾ മാസ്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ താഴത്തെ കടലോട്ട് വയ്ക്കേണ്ടിരിക്കുകയാണ്. ഒരു ഗൈസ്, നമ്മുടെ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ അറിയുന്ന മാനുണ്ട്. നമ്മുടെ പൈസ ഒന്നും മാറ്റിയിട്ടില്ല. പൈസ മാറ്റിയിട്ടില്ല എന്ന് പറയണം. നമ്മുടെ സാധനങ്ങളായിട്ട് ആദ്യം മാറ്റില്ല. കണ്ടോ, സൂപ്പറാണ് സംഭവം. വെയിറ്റും ഇല്ല, വെയിറ്റും കുറവാണ്. ഗായ്സ്, ഉണ്ടാക്കി നോക്കൂ നിങ്ങളെല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ റോഡും റീലും ശരിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നോ വല്ല ഓൺലൈൻ ഷോപ്പിൽ നിന്നോ വല്ലതും വാങ്ങിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. 2000-3000 അതാണ് മാക്സിമം. എല്ലാം കൂടി നല്ല പൈസ ആവും. ഇപ്പം ഞങ്ങളുടെ ഇത് ഗേറ്റ് പണിതിൻ്റെ ബാലൻസ് ഉള്ളതുകൊണ്ട് ഇത് വെച്ച് പണിഞ്ഞു. ബാക്കിയുള്ളവർക്ക് എന്ത് കമ്പി വേണമെങ്കിലും വെച്ച് പണിയാവുന്നതാണ്.
ഇതിപ്പോൾ ഞങ്ങളുടെ മാമൻ ഞങ്ങൾക്ക് ഇതൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. വയറ്റത്ത് ഇങ്ങനെ നമ്മൾ വെച്ച് എടുക്കുമ്പോൾ വയറ്റത്ത് കൊണ്ടുകയറാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞങ്ങൾ വെറുതെ വെയിറ്റിന് വേണ്ടി വെറുതെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ മേലോട്ട് ഇങ്ങനെ വലിച്ചു കയറ്റി കാണിക്കാം. ഇതൊക്കെ വർക്കൊക്കെ ആവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്, ഫുള്ള് പോലീസാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇനി ഇതെല്ലാം മാറി കഴിയുമ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഒരു കാര്യം പറഞ്ഞാൽ പോയി, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുക്കുന്ന ബെല്ലിട്ട് ഒന്ന് റെഡി അടിച്ചിട്ട് വയ്ക്കണേ ഗായ്സ്. നമുക്കിനി മീൻ പിടിക്കുമ്പോൾ കാണാം.